ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഹാലോ ആൽക്കീൻസ് ആൻഡ് ഹാലോ അരീൻസ് ആണ്. മെയിനായിട്ട് 3 പ്രോപ്പർട്ടീസാണ് വരുന്നത്. ഒന്ന് അവരുടെ ഫിസിക്കൽ സ്റ്റേറ്റ്, 2 അവരുടെ സോല്യുബിലിറ്റി, 3 മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടി പറഞ്ഞാൽ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻ്റ് ആണ്. അതെപ്പോഴും നമ്മളിവിടെ അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാനായിട്ട് ഒരു നമ്പർ ഓഫ് എക്സാമ്പിൾസ് തന്നിട്ട് അതിൻ്റെ അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാനായിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഫിസിക്കൽ സ്റ്റേറ്റ് ആണ്. ജസ്റ്റ് പറഞ്ഞു പോകുന്നത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലോവസ്റ്റ് മെമ്പേഴ്സ്, അതായത് ഏറ്റവും ഒരു 2-3 കാർബൺസ് വരെയുള്ള ഹാലോ ആൽക്കീൻസ് ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ് കാണുന്നത്. അതിനും കുറച്ചും കൂടെ വലിയ ഹൈഡ്രോ കാർബൺ ചെയിൻ വരുവാണെങ്കിൽ അവർ ലിക്വിഡ് സ്റ്റേറ്റിലേട്ടും എബവ് ഒരു 10 കാർബൺ ഒക്കെ ആണെങ്കിൽ അതതിൻ്റെ സോളിഡ് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, ദെൻ സോല്യുബിലിറ്റീനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെയിനായിട്ട് ഇവർ വാട്ടറിൽ ഇൻസോല്യബിളാണ്. ഇവർ സാധാരണഗതിയിൽ നോൺ പോളാർ സോൾവെൻറ്റ്സ് ലൈക്ക് ബെൻസീൻ പോലെയുള്ള ഓർഗാനിക് സോൾവെൻസിലാണ് സോല്യബിളായിട്ടുള്ളത്. ഓക്കെ, സോ അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും, ഇപ്പോൾ ഒരു വാട്ടറിൽ അത് സോല്യബിൾ ആവണമെങ്കിൽ ബോണ്ട് ഡിസോസിയേറ്റ് ചെയ്യുന്ന എനർജിയും അതുപോലെ തന്നെ അത് വാട്ടറായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്ന എനർജിയും ഈക്വൽ ആണെങ്കിൽ മാത്രമാണ് ഏതൊരു കോമ്പൗണ്ടും ഏതൊരു സോൾവെൻറ്റിലും ഡിസോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഹാലോ ആൽക്കീൻസിൻ്റെ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ട എനർജിയും പിന്നീട് അത് വാട്ടറായിട്ട് ബോണ്ട് ഫോം ചെയ്യാൻ വേണ്ട എനർജിയും ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ് അവരുടെ സോല്യബിലിറ്റിയിൽ ആ ഒരു ഡിഫറൻസ് കാണിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നതാണ് എന്ത്, മെൽറ്റിംഗ് പോയിൻറ്റിൻ്റെയും ബോയിലിംഗ് പോയിൻറ്റിൻ്റെയും വേരിയേഷൻ. ഓക്കെ, സോ നമ്മളൊരു എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ CH3 CH2 CH3 പ്രൊപ്പെയിനാണ്. ഇതേ സെയിം ഹൈഡ്രോ കാർബണിൻ്റെ ഒരു ഹാലോ ആൽക്കീൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് ഒരു ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്ത് ഒരു ക്ലോറിൻ മാറി വന്നിരിക്കുന്നു, ഒരു ഹാലജൻ മാറി വന്നിരിക്കുന്നു. ഇവർ രണ്ടുപേരും കൂടെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആർക്കായിരിക്കും മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ് കൂടുതലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലോറിൻ കണ്ടെയ്നിങ് ഓർ ഹാലജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ടിനായിരിക്കും മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ് കൂടുതൽ. അതിൻ്റെ റീസൺ ആയിട്ട് പറയുന്നത്, ഒന്നാമത്തെ റീസൺ അവർ പറയുന്നത്, ആസ് ദ മോളിക്കുലാർ മാസ് ഇൻക്രീസസ്, മോളിക്കുലാർ മാസ് കൂടുന്നതിനനുസരിച്ച് ഏതൊക്കെ സിറ്റുവേഷൻസിലാണോ മോളിക്കുലാർ മാസ് കൂടുന്നത്, അങ്ങനെ മോളിക്കുലാർ മാസ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ അവരെ ബ്രേക്ക് ചെയ്യാൻ വേണ്ട എനർജി കൂടുന്നു. അങ്ങനെ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ സാധാരണഗതിയിൽ ഇവിടെ നമ്മളിവിടെ ചൂസ് ചെയ്തിരിക്കുന്ന ഹൈഡ്രോ കാർബൺ പ്രൊപ്പെയിൻ ആയിരുന്നു, അതായത് CH3 CH2 CH3. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ആകെ മൊത്തം 3 കാർബണാണ് വരുന്നത്. അപ്പോൾ ഒരു കാർബണിൻ്റെ ആറ്റോമിക് മാസ് 12. ഓക്കെ, അപ്പോൾ നമുക്ക് 3 കാർബണിൻ്റെ ആറ്റോമിക് മാസ് വരുമ്പോൾ 36 ആൻഡ് ഇവിടെ 3 ഹൈഡ്രജൻ, 3 2 5 2 5 3 8 ഹൈഡ്രജൻസ് വരുന്നുണ്ട്. അപ്പോൾ 36 + 8 ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 44 ഗ്രാമിൻ്റെ അടുത്താണ് പ്രൊപ്പെയിൻ്റെ മോളാർ മാസ് വരുന്നത്. ഓക്കെ, അതേ സെയിം ഹൈഡ്രോ കാർബൺ ചെയിനാണ് നമ്മൾ ചൂസ് ചെയ്ത് പകരം, അതായത് അവിടെ എന്തൊരു വ്യത്യാസം വന്നത്, CH3ക്ക് ഇൻസ്റ്റെഡ് ഓഫ് CH3 നമ്മളൊരു Hന് പകരം അവിടെ ഹാലജൻ ചൂസ് ചെയ്തു. അപ്പോഴും കാർബൺസിൻ്റെ എണ്ണം സെയിം ആണ്, 36 മാസ് വരുന്നു. ഹൈഡ്രജൻ്റെ എണ്ണം 1 കുറഞ്ഞു, അതായത് 7 വരുന്നത്. ബട്ട് അവിടെ ക്ലോറിനും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുണ്ട്. ക്ലോറിൻ്റെ മോളാർ മാസ് വരുന്നത്, ആറ്റോമിക് മാസ് വരുന്നത് 35.5 ആണ്. ഓക്കെ, സോ അങ്ങനെ നോക്കുമ്പോൾ ഒരൊറ്റ ആറ്റത്തിൻ്റെ വ്യത്യാസത്തിൽ നമുക്ക് ഏകദേശം ഒരു 78ൻ്റെ അടുത്ത് 78.5 ആണ്, 5 ഗ്രാം ഓഫ് മോളാർ മാസ് ആണ് വരുന്നത്. ഓക്കെ, സോ അങ്ങനെ നോക്കുമ്പോൾ മോളാർ മാസ് ലാർജ് ഇൻക്രീസിങ് ആണ്. അതുകൊണ്ടാണ് പറഞ്ഞത് സെയിം ഹൈഡ്രോ കാർബൺ ആണെങ്കിലും ഹാലജൻ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആവുകയാണെങ്കിൽ അവരുടെ മോളാർ മാസ് കൂടുന്നു. ആസ് എ റിസൾട്ട് മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ് കൂടുന്നു. അതുപോലെ തന്നെ മോളാർ മാസ് കൂടുന്ന മറ്റ് സാഹചര്യങ്ങളാണ്, അതായത് ഇപ്പോൾ ക്ലോറിന് പകരം ബ്രോമിനോ അയോഡിനോ വരുവാണെങ്കിൽ ക്ലോറിനേക്കാളും മോളാർ മാസ് കൂടുതലാണ് ബ്രോമിനേക്കാളും മോളാർ മാസ് കൂടുതലാണ് അയോഡിന്. സോ അതിനനുസരിച്ച് അവരുടെ മോളാർ മാസും കൂടും. അപ്പോൾ ടോട്ടൽ മാസ് ഇൻക്രീസ് ചെയ്യുന്നു, മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റും ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഹാലജൻസിൻ്റെ എണ്ണം കൂടിയാലും 2 ക്ലോറിൻ വരുവാണെങ്കിൽ അതിനത്രയും 35.5 71 ഗ്രാംസിൻ്റെ ഡിഫറൻസ് വരുമല്ലോ. അപ്പോൾ അതായത് നമ്പർ ഓഫ് ഹാലജൻസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് മോളാർ മാസ് കൂടും. ആസ് എ റിസൾട്ട് മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ് കൂടുന്നു. ഓക്കെ, അപ്പോൾ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ് കൂടുന്ന 3 കണ്ടീഷൻസ് ആണ് പറഞ്ഞത്.
മെയിനായിട്ട് മോളാർ മാസാണ് മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. മോളാർ മാസ് കൂടുന്ന 3 കണ്ടീഷൻസ് പറഞ്ഞു. ഒന്ന്, ഹൈഡ്രോ കാർബൺ ചെയിനിൽ ക്ലോറിൻ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയി കഴിഞ്ഞാൽ, ക്ലോറിൻ, ബ്രോമിൻ ഓർ അയഡിൻ ഏതെങ്കിലും ഒരു ഹാലജൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മോളാർ മാസ് കൂടുന്നു. ദെൻ ഹാലജൻസിൽ തന്നെ ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ 4 ഹാലജൻസ് ആണ് വരുന്നത്. ഡൗൺ ദ ഗ്രൂപ്പ് പോകുന്നതോറും മോളാർ മാസ് കൂടുന്നു. സോ അതിനനുസരിച്ച് മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ് കൂടുന്നു. ദെൻ ഹാലജൻസിൻ്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ, ഒരു ചെയിനിൽ നമുക്ക് ഒരു ഹാലജനും മറ്റ് സെയിം ഹൈഡ്രോ കാർബൺ ചെയിനിൽ 2 ഹാലജനും തരികയാണെങ്കിൽ മോളാർ മാസിൽ നല്ല ഡിഫറൻസ് ഉണ്ടായിരിക്കും, മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റും കൂടും. ഓക്കെ, ദെൻ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ് കുറയുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി ബ്രാഞ്ചിങ് അറൈസ് ചെയ്യുമ്പോഴാണ്. അതായത് ഇപ്പോൾ നമ്മൾ സെക്കൻഡറി ടെർഷ്യറി ഒക്കെ പറഞ്ഞ പോലെ ബ്രാഞ്ചിങ് ഇൻക്രീസ് ചെയ്യുന്തോറും, ഇവർ പറയുന്ന ബ്രാഞ്ചിങ് ഇൻക്രീസ് ചെയ്യുന്നതോറും നമ്മുടെ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ് കുറയുന്നു എന്നാണ്. ഓക്കെ, സോ അതിന് റിസൾട്ട് ഇങ്ങനെയാണ് പറയുന്നത്. അതായത് ആസ് ദ ബ്രാഞ്ചിങ് ഇൻക്രീസസ് ഇവർക്ക് ഒരു സ്പെരിക്കൽ ഷേപ്പ് വരുന്നു. ഓക്കെ, സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്പെരിക്കൽ ഷേപ്പ്, സർഫസ് ടെൻഷൻ ഏറ്റവും കുറഞ്ഞ സ്റ്റേറ്റാണ് സ്പെരിക്കൽ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ലീസ്റ്റ് ആയിരിക്കും. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയുന്നതിനനുസരിച്ച് മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ് കുറയുന്നു. ഓക്കെ, അപ്പോൾ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് പറഞ്ഞു. മോളാർ മാസ് കൂടിയാൽ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ് കൂടും, ബ്രാഞ്ചിങ് കൂടിയാൽ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ് കുറയും. ഓക്കെ, ദെൻ ഹാലോ അരീൻസിൻ്റെ കേസിലാവുമ്പോൾ നമുക്ക് മെയിനായിട്ട് 3 പൊസിഷൻസാണ് വരുന്നത്. ഓർത്തോ 2-4 പൊസിഷൻസ്, മെറ്റ 3-5 പൊസിഷൻസ്, 2-6 പൊസിഷൻസാണ് പാര. ഓക്കെ, സോ ഓർത്തോ, മെറ്റ, പാര. ഇതിൽ ഏറ്റവും കൂടുതൽ മോർ സ്റ്റേബിൾ ആയിട്ടുള്ളത് പാരയാണ്. ബിക്കോസ് റിയാക്ടിങ് സ്പീഷീസ് ഫാർ അപ്പാർട്ട് ഫ്രം ഈച്ച് അതർ ആയ കാരണം അതിൻ്റെ സ്റ്റെബിലിറ്റി കൂടുന്നു. സോ അതിൻ്റെ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റും കൂടുതലായിരിക്കും. ദെൻ സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന മെറ്റയാണ്. മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ് ഏറ്റവും കുറവ് വരുന്ന ഓർത്തോനാണ്. നമ്മൾ റിയാക്ഷൻസ് കാണുമ്പോൾ ഓർത്തോ പാര പ്രൊഡക്റ്റുകളാണ് എപ്പോഴും ഒരുമിച്ച് വരുന്നത്. അപ്പം അതിൻ്റെ അവിടെ ഇങ്ങനെ ചോദിച്ച് കാണാറുണ്ട് ഗീവ് റീസണിൽ, ഓർത്തോ പാര പ്രൊഡക്റ്റിൽ ആരാണ് മോർ സ്റ്റേബിൾ. ഏതൊരു ഓർത്തോ പാര പ്രൊഡക്റ്റ് ആണെങ്കിലും പാര വിൽ ബി മോർ സ്റ്റേബിൾ ബിക്കോസ് റിയാക്ടിങ് സ്പീഷീസ് ഫാർ അപ്പാർട്ടാണ്. അതുപോലെ തന്നെ ഓർത്തോ പാര രണ്ടും കൂടെ മിക്സായി വന്നു കഴിഞ്ഞാൽ ഈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റിലുള്ള ലാർജ് ഡിഫറൻസ് വെച്ചിട്ടാണ് നമ്മളവരെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ, ഇപ്പം നമ്മൾ ഇത്രയും പറഞ്ഞ ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിൽ, ബ്രോമോമീത്തേൻ, ബ്രോമോഫോം, ഡൈബ്രോമോമീത്തേൻ ഇത്രയും ഹാലോ ആൽക്കീൻസ് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന അറേഞ്ച് ദം ഇൻ ദി ഇൻക്രീസിങ് ഓർഡർ ഓഫ് ബോയിലിംഗ് പോയിൻ്റ് ആണ്. ഇൻക്രീസിങ് ഓർഡർ, അതായത് ഏറ്റവും ലീസ്റ്റിൽ നിന്ന് ഏറ്റവും കൂടുതലുള്ള ഹാലോ ആൽക്കീനെ നമ്മൾ ചൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ നെയിംഡായിട്ട് തന്നിരിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ ഒന്ന് എഴുതി നോക്കുക. ബ്രോമോമീത്തേൻ, മീത്തേൻ പറഞ്ഞാൽ ഒരു കാർബൺ, ദറ്റ് ഇസ് CH3. ബ്രോമോ ഒരു ഹാലജൻ, CH3Br. ദെൻ ഡൈബ്രോമോ മീത്തേൻ എന്ന് പറഞ്ഞാൽ മീത്തേൻ ആയതുകൊണ്ട് തന്നെ അത് സിംഗിൾ കാർബൺ ആണ്. ഡൈബ്രോമോ എന്ന് പറയുമ്പോൾ 2 ബ്രോമിനുണ്ട്, CH2Br2. ബ്രോമോഫോം, ആക്ച്വലി ഇത് ട്രൈബ്രോമോമീത്തേൻ ആണ്. ട്രൈബ്രോമോമീത്തേനെയാണ് നമ്മൾ ബ്രോമോഫോം എന്ന് വിളിക്കുന്നത്, അതായത് CH-Br3. സോ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ രണ്ടാമത് പറഞ്ഞത്, അതായത് ഹാലജൻസിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അവരുടെ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ് കൂടുന്നു ബിക്കോസ് മോളാർ മാസ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും ഹയസ്റ്റിൽ നിൽക്കുന്നത് ബ്രോമോഫോമും ഏറ്റവും ചെറുത് ബ്രോമോമീത്തേനും ആയിരിക്കും. അപ്പോൾ നമ്മളോട് ഇൻക്രീസിങ് ഓർഡർ ചോദിച്ചിട്ടുള്ളത് കൊണ്ട് ഫസ്റ്റ് ഏറ്റവും ചെറുത് എഴുതുന്നു, ബ്രോമോമീത്തേൻ, ദെൻ ഡൈബ്രോമോമീത്തേൻ, ദെൻ ബ്രോമോഫോം അഥവാ ട്രൈബ്രോമോമീത്തേൻ. ഓക്കെ, സെയിം മാനറിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കുകയാണെങ്കിൽ 1-ക്ലോറോ പ്രൊപ്പൈൻ, ദെൻ ഐസോപ്രൊപ്പൈൽ ക്ലോറൈഡ്, 1-ക്ലോറോബ്യൂട്ടൈൻ. ഇങ്ങനെയുള്ള 3 ഹാലോ ആൽക്കീൻസിനെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റിൽ അറേഞ്ച് ചെയ്യാനായിട്ട് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ ആൻസർ വരിക? 1-ക്ലോറോപ്രൊപ്പൈൻ, 1-ക്ലോറോപ്രൊപ്പൈൻ പറഞ്ഞാൽ CH3, CH2, CH2Cl. ബിക്കോസ് പ്രൊപ്പൈൻ ആയതുകൊണ്ട് തന്നെ നമ്മളതിലേക്ക് 3 കാർബൺ ചെയിൻ വേണം ചൂസ് ചെയ്യാനായിട്ട്. 1-ക്ലോറോ ഫസ്റ്റ് പൊസിഷനിൽ ക്ലോറിൻ വന്നിട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ CH2Cl എഴുതിയിരിക്കുന്നത്. ഇതേ സെയിം സ്ട്രക്ചർ തന്നെയായിരിക്കും 1-ക്ലോറോബ്യൂട്ടൈന്. 1-ക്ലോറോബ്യൂട്ടൈൻ എന്ന് പറയുമ്പോൾ CH3, CH2,
CH2CH2Cl, ബിക്കോസ് ബ്യൂട്ടെയിൻ ആണ് അതിൻ്റെ റൂട്ട് വേർഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് നമ്മൾ 4 കാർബൺ എടുത്തിരിക്കണം. ഇതിൽ നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആയിട്ട് വരിക ഐസോപ്രൊപ്പൈൽ ക്ലോറൈഡാണ്. ഐസോ നമ്മൾ ചൂസ് ചെയ്യുന്ന എപ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഹാലജൻ അല്ലെങ്കിൽ ബ്രാഞ്ച് മിഡിൽ പൊസിഷനിലാണെങ്കിലാണ് നമ്മൾ ഐസോ വയ്ക്കുക. അതായത് ഇപ്പോൾ ഇവിടെ പ്രൊപ്പൈൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് മീൻസ് 3 കാർബണുള്ള ചെയിനാണ്. CH3 CH CH3 ആണ്. ഇതിൽ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന എവിടെയായിരിക്കും? മിഡിൽ പൊസിഷനിലായിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഐസോ എന്ന് പറയുന്ന വേർഡ് നമ്മുടെ സെക്കൻഡറി അതിന് പകരമായിട്ട് യൂസ് ചെയ്യുന്നൊരു വേർഡാണ് ഐസോ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇൻക്രീസിങ് ഓർഡറിൽ എഴുതുമ്പോൾ ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ? ഇതിൽ 3 ഹാലജൻസ് ക്ലോറിൻ തന്നെയാണ്. ഓക്കെ, ആദ്യത്തേതിലും അവസാനത്തേലും 3 കാർബണും പിന്നെ നമ്മുടെ 1-ക്ലോറോബ്യൂട്ടൈനിൽ മാത്രം 4 കാർബണാണ്. അപ്പോൾ കാർബണിൻ്റെ ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ച് മോളാർ മാസ് കൂടും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കും? ബ്യൂട്ടൈൻ ചെയിനിൽ 1-ക്ലോറോബ്യൂട്ടൈനിന്. ദെൻ കൺഫ്യൂസിങ് ആയിട്ട് നിൽക്കുന്ന 2 1-ക്ലോറോപ്രൊപ്പൈനും ഐസോപ്രൊപ്പൈൽ ക്ലോറൈഡുമാണ്. ഓക്കെ, സോ ഇതിൽ ഐസോപ്രൊപ്പൈൽ ക്ലോറൈഡിൽ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ബ്രാഞ്ചിലല്ലേ? അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ബ്രാഞ്ചിങ് വരും തോറും മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ് കുറയും. സോ ആസ് എ റിസൾട്ട് നമ്മളിതിൻ്റെ ഓർഡർ എഴുതുമ്പോൾ ഏറ്റവും കുറവ് വരുന്നത് ഐസോപ്രൊപ്പൈൽ ക്ലോറൈഡിനും ദെൻ 1-ക്ലോറോപ്രൊപ്പൈൻ, അതിനുശേഷം 1-ക്ലോറോബ്യൂട്ടൈൻ. ഓക്കെ, അപ്പോൾ 2 റൂളാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തത്. ഒന്ന് ബ്രാഞ്ച് റൈസ് ചെയ്യും തോറും മെൽറ്റിംഗ് ബോയിലിംഗ് പോയിൻറ്റ് കുറയും. 2 ഹാലജൻ്റെ ലെങ്ത്ത് കൂടുന്തോറും, അതായത് കാർബൺ ചെയിൻ്റെ എണ്ണം കൂടുന്തോറും അതിൻ്റെ മോളാർ മാസ് കൂടും. സോ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റും കൂടും.